ശ്രീലങ്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നേരിട്ടെത്തി. കൊളംബോയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നടന്ന ഔദ്യോഗിക സ്വീകരണത്തിൽ പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 6 ക്യാബിനറ്റ് മന്ത്രിമാരും എത്തിയിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനം നിരവധി പ്രാധാന്യമുള്ള സന്ദർശനമാണ്. ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുന്നു. പ്രധാനമന്ത്രിക്ക് ഇന്ന് ഊഷ്മളമായ സ്വീകരണമാണ് കൊളംബോയിൽ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, വളരെ പ്രധാനപ്പെട്ടതും ഏറെ സുപ്രധാനമായി തന്നെ കണക്കാക്കേണ്ട ഒരു രീതിയിലുള്ള സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് ശ്രീലങ്കയിൽ ലഭിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയപ്പോൾ, കൊളംബോയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത് 6 കേന്ദ്രമന്ത്രിമാരാണ്, അതായത് 6 ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അത്തരത്തിൽ 6 ക്യാബിനറ്റ് മന്ത്രിമാരെത്തി സ്വീകരിച്ചതിന് ശേഷം അല്പസമയം മുമ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനുരകുമാര ദിസനായകെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നയതന്ത്ര തലത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദേശം തന്നെയാണ് ശ്രീലങ്ക നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഇന്നലെ അവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇത്തരത്തിൽ ഉന്നതരായ മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ എത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് നടപടികളെല്ലാം തന്നെ നീങ്ങുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ സ്വീകരണ ചടങ്ങുകൾ നടക്കുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ ഭാരതവുമായി മികച്ച ബന്ധം ഉറപ്പിക്കണമെന്ന കൃത്യമായ ഒരു ധാരണ ശ്രീലങ്കയ്ക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഏറെ കരുതലോടെ കണക്കാക്കേണ്ടത് ചൈനയുടെ ആ ഒരു ബന്ധം, ചൈനയുമായുള്ള ഒരു ശക്തമായ ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭാരതവുമായുള്ള മികച്ച ബന്ധത്തിന് ആ രാജ്യം കാര്യമായി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. മാത്രമല്ല, ഭാരതം വലിയ തോതിൽ വളരുന്ന ഒരു രാജ്യവും കൂടിയാണ്. ഈ 2 രാജ്യങ്ങളും ചേർന്നുള്ള സഹകരണം, അതായത് ശ്രീലങ്കയും ഭാരതവും ചേർന്നുള്ള ആ സഹകരണം തങ്ങളുടെ, അതായത് ശ്രീലങ്കയുടെ തന്നെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നതിലൂടെയും ഈ സന്ദർശനം ഏറ്റവും പ്രയോജനപരമാക്കുന്നതിനും വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങളുടെ സൂചകങ്ങളായി കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നമുക്ക് ഈ കൊളംബോ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വൻതോതിലുള്ള വാണിജ്യം, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അതുപോലെ ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ബങ്കർ ടെർമിനലാണ് ഈ കൊളംബോ പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കൊളംബോ പോർട്ട് വഴിയുള്ള കയറ്റിറക്ക് നടക്കുന്നു. അത്തരത്തിൽ വൻതോതിൽ വാണിജ്യം നടക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പോർട്ട് ചൈന അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു, അമ്പൻതോട്ട തുറമുഖം എന്നൊക്കെ പറയുന്ന സംവിധാനം അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ നടപടികൾ ചൈന ചെയ്യുമ്പോഴും ഭാരതവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കം ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് ഭാരതം സന്ദർശിച്ച വേളയിൽ ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് വിസിറ്റായാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നൽകുന്ന സൂചന വളരെ വലുതാണ്. സമുദ്ര സുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ നിലപാടുകളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിനുമെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും. മറ്റൊരു സുപ്രധാന വിഷയം, ഇപ്പോൾ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി കച്ചത്തീവ് ഐലൻഡുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാവുന്നതാണ്, ബംഗാൾ ഉൾക്കടലിലെ കച്ചത്തീവ് ഐലൻഡ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയും അവിടെ തമിഴരായ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ എത്തുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്ന് സംബന്ധിച്ച ചർച്ചകൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ഭാരതത്തിൽ മാറുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുൻകാല സർക്കാരുകൾ ചെയ്ത അബദ്ധങ്ങളായ ചില നടപടികളെല്ലാം തന്നെ ഈ പ്രശ്നത്തിലേക്ക് നയിച്ചു എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം. പക്ഷേ കച്ചത്തീവ് വിഷയം പരിഹരിക്കപ്പെടുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിനോദ്, ഐസൺ ജോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും ഭാരതവും ശ്രീലങ്കയും തമ്മിൽ എല്ലാ കാലത്തും തർക്കമുണ്ടാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവിടെ മീൻ പിടിക്കുന്ന തൊഴിലാളികൾ സമുദ്രാതിർത്തി ലംഘിച്ചു എന്നുള്ള കണ്ടെത്തലോടുകൂടി ശ്രീലങ്ക അവരെ തടവിലാക്കുന്നു. ചിലപ്പോൾ വെടിവെപ്പ് വരെ നടക്കുന്ന സാഹചര്യം, ഇതൊക്കെ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അവിടെ ശ്രീലങ്ക തടവിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിന് ഭാരതത്തിൻ്റെ ഇടപെടൽ ഇത് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏറെ സഹായകരമാകും എന്ന് കരുതേണ്ടതല്ലേ ഐസൺ ജോസ്? വിനോദ്, ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തന്നെയാണ്, അല്ലെങ്കിൽ നയതന്ത്ര തരത്തിലുള്ള ഒരു സഹകരണം തന്നെയാണ് കച്ചത്തീവ് വിഷയത്തെ പരിഹരിക്കാൻ പ്രായോഗികമായ ഒരു നടപടി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ കൈവശം വരുന്ന ദ്വീപാണ്. ഇത് വിട്ടുകൊടുക്കുകയായിരുന്നു ശ്രീലങ്കയ്ക്ക്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു കടലിലെ ദ്വീപ് അല്ലെങ്കിൽ കരയിലെ തന്നെ വൻകരയിലായാലും വലിയ ഭൂഖണ്ഡങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളായാലും ആ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് തീരത്തു നിന്നും 225 നോട്ടിക്കൽ മൈലോളമാണ്. അത് പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് പരമാധികാരമായ
നടത്താവുന്ന പരമാധികാരം നിലനിൽക്കുന്നതും അത്ര കണ്ട് പരമാധികാരമില്ലാത്തതും എന്നാൽ സാമ്പത്തികമായി മാത്രം ഉപയോഗപ്പെടുത്തുന്നത്, അതായത് ഖനനം, മീൻപിടുത്തം എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയായി വലിയൊരു ഏരിയ തന്നെ ഉണ്ടാകും. അതായത് 225 നോട്ടിക്കൽ മൈലാണ് തീരത്ത് നിന്നും ഈ കടലിലേക്കുള്ള വിസ്തൃതിയിലാണ് അതത് രാജ്യത്തിന്റെ അധികാരങ്ങൾ ഉണ്ടാവുക. ഈ അധികാരം സംബന്ധിച്ച ഒരു തർക്കമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അതായത് ലക്ഷദ്വീപ് ഐലൻഡ് ശ്രീലങ്കയുടെ ഒരു ദ്വീപായിരിക്കുമ്പോൾ തന്നെ ആ ദ്വീപിന്റെ 200 നോട്ടിക്കൽ മൈൽ ചുറ്റളവിലുള്ള പ്രദേശത്ത് മീൻ പിടിക്കാൻ എത്തുന്ന മീൻപിടുത്ത തൊഴിലാളികളെ തങ്ങളുടെ സമുദ്രാതിർത്തി അതിക്രമിച്ച് കടന്നു എന്ന രീതിയിലാണ് നടപടിയെടുക്കുന്നത്. ഒരു പരിധിവരെ ഈ ലക്ഷദ്വീപ് ദ്വീപിന്റെ തമിഴ്നാടിനോട് ചേർന്ന ഭാഗത്ത് ഇത്തരത്തിലുള്ള മീൻപിടുത്തക്കാരെത്തുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. അവിടെ ഒരു പൊതുധാരണയിൽ എത്തിക്കാൻ ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണ് ഇന്ത്യക്ക് ഒരു പരിധിവരെ പ്രയോജനപ്പെടുത്താനും ഇത്ര ദൂരം വരെ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താനും ബാക്കി ശ്രീലങ്കയ്ക്ക് പ്രയോജനപ്പെടുത്താനും സാധ്യമാകുമെന്ന കരാറിലെത്തുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്ന അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടതില്ല എന്നൊരു മൊറട്ടോറിയത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സാങ്കേതികമായി പ്രശ്നം നമുക്ക് പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കും. എന്നാൽ അത് സംബന്ധിച്ച ചർച്ചകളോ നടപടികളോ ഉണ്ടാകുമെന്നത് ഇന്ന് വരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും സൂചനകളില്ല. പക്ഷേ മാരിടൈം രംഗത്തെ സഹകരണവും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ ലക്ഷദ്വീപ് ഐലൻഡ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കും. അത് ഒരു പരിധി വരെ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അതിന്റെ പേരിൽ അറസ്റ്റിലായവരെ വിട്ടു നൽകുന്നത് പോലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന ഉറച്ച നിഗമനവും ഇപ്പോൾ നിലവിലുണ്ട്. വിനോദ്, വ്യക്തമാണ്. ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം, 2 ദിവസത്തെ സന്ദർശനം സഹായകരമാകും എന്നുള്ള തരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ സന്ദർശനത്തെ കാണുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.